ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് കൂന്തൾ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ കൂന്തളൊക്കെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അതാ ഒരു സവോള, 2 പോറ്റ വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ട് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ചെറുതാക്കി വെട്ടാൻ നിൽക്കണ കാരണം എല്ലാം കൂടിയിട്ടൊരു ചോപ്പറിലിട്ട് അടിക്കാവും നല്ലത്. ചെറുതാക്കി അത് നമ്മൾ മിക്സിയിൽ അരക്കാനും പാടില്ല, ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിനതിൽ ഞാൻ ചോപ്പറിലിട്ട് അടിച്ചതാണ്. ഇനി അത് വഴറ്റാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കോഴിക്കോടൊക്കെ ബീച്ചിലൊക്കെ നല്ല ഹിറ്റായ സാധനമാണ്. അപ്പോൾ ഞങ്ങൾ മക്കൾ കുറേ ദിവസമായി ഇതൊന്ന് ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പഴയ കാലത്തൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ രൂപത്തിലല്ല എന്ന് മാത്രം. അതെന്തോ അരിമണിയൊക്കെ വറുത്തിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മസാലയാണ് മക്കൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അതാ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചോപ്പ് ചെയ്തിട്ടിട്ട് ഒരു തരി ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമുക്കൊരു കഷ്ണം തക്കാളി അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. നല്ല ചെറുതാവണമെന്നൊന്നുമില്ല, ഒരു മീഡിയം സൈസിലാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തരി മല്ലിപ്പൊടി, അത് ഓരോരോ സാധനത്തിനനുസരിച്ച് ചേർക്കാവുന്ന കേട്ടോ. ഞങ്ങൾ ആകെ 6-7 കൂന്തളട്ടാണ് ഉള്ളത്. അപ്പോൾ അതിനുള്ള മസാലയാണ് റെഡിയാക്കണത്. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. തരി മുളക് പച്ചമുളക് അതിൽ ചേർത്തുകൊണ്ട് ആക്കില്ല. അപ്പോൾ ആ കൂന്തൻ്റെ വാലും അങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ചിറകൊക്കെ, അതൊക്കെ കൂടിയിട്ട് ഇതിലിട്ടിട്ട് ഇനി നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. ആ മസാലയിൽ കിടന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇതായി കിട്ടണം. അപ്പോൾ കൂന്തൾ അധികം വെന്ത് പോകുമ്പോഴാണ് ഈ റബ്ബർ പോലെ ആയിട്ട് പറിച്ച് പോലെ ആവണത്. നമ്മളൊരു മീഡിയം ഇതിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് അധികം വേവൽ ആവുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇതിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുത്താൽ മതി. അത് ഒരുവിധം സെറ്റായി വരുമ്പോൾ ഒരു പാത്രം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ തേങ്ങയുടെ പച്ചച്ചവ മാറോളം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കണം കേട്ടോ. ഡ്രൈ ആക്കിയെടുക്കണം. ഒരു ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇനി നന്നായിട്ട് ആ തേങ്ങയുടെ ആ പച്ച ഇതൊന്ന് മാറിക്കിട്ടണം. അതുവരെ ഇളക്കി കൊടുത്തിട്ട് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ എരിവും ഉപ്പും ഒക്കെ പാകത്തിന് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് ഒരുവിധം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ല എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഒരു സന്തോഷമല്ലേ നമുക്ക്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടുണ്ട്. മസാല ഒക്കെ റെഡിയായി വന്ന് കഴിഞ്ഞ് നമുക്ക് കൂന്തളിൻ്റെ ഉള്ളിൽ ആ മസാല കുറേശ്ശെ നിറച്ച് കൊടുക്കാം. നല്ല നിറവാവരുത്, പകുതി നല്ല ഇറക്കി കൊടുക്കുക ഞെക്കിയിട്ട്. എന്നിട്ട് നല്ലോണം നിറവാവാതെ വേണം നമുക്കിത് ഇതാക്കി വെക്കാൻ. കാരണം ഇത് വെന്ത് വരുമ്പോൾ വീർത്ത് വരും, ചിലപ്പം പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരു മീഡിയം സൈസിലാക്കിയിട്ടൊന്ന് ചപ്പിയ പോലെ ആക്കിയിട്ട് തന്നെ ഒന്ന് ഞെക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പച്ചീർക്കിളി വെച്ചിട്ടാണ് ഞാൻ കുത്തി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലവർ അതിൻ്റെ തലയൊക്കെ അതിൽ വെക്കണ കാണാം, ഞാൻ വെച്ചിട്ടില്ല. തല ഒക്കെ കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതാ നമുക്ക് ഈർക്കിളി വെച്ചിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കാം.
വേണ്ട, ഞാൻ നിറച്ചത് പകുതിയായിട്ടേ ഉള്ളത് കണ്ടല്ലോ. അപ്പോൾ ഇനി അത് വെന്ത് വരുമ്പോൾ വീർത്തിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പകുതിയാക്കി വെച്ച് കൊടുക്കുന്നത്. കാരണം അത് അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പകുതി മസാല ആക്കി കൊടുക്കുന്നത്. വേണ്ട, അങ്ങനെ എല്ലാതും നിറച്ചു. ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അന്നെടുത്ത് മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് സ്റ്റീം ചെയ്യുമ്പോൾ 1-2 ഭാഗം ഒന്ന് വേവിച്ചെടുക്കാനും ഒന്ന് മറിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ 2 ഭാഗം കറക്റ്റ് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അത് ഇനി കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ആക്കാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഈ സ്റ്റീം ചെയ്ത് വെച്ച കൂന്തൾ അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കണ്ട, നമ്മൾ പകുതിയാണ് നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വെന്ത് വന്നപ്പോൾ കണ്ട ഗുണ്ടുമണി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്, നിറവ് കൂടരുത്, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പോൾ അതാ എന്തായാലും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ഒരു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ കൂന്തൽ നിറവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.